അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഹബീബ് ഉസ്താദും ഹൈഷുവും ആ രാത്രി അവളുടെ വീട്ടിലായിരുന്നു. ഹബീബ് ഉസ്താദ് ചോദിച്ചു, ഐഷു, ഹാദിയുടെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഇക്ക, ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരു കാര്യം, പക്ഷേ അത് നടക്കാതെ പോയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്തായിരുന്നു? അതെ, ഹാദിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ്, അതെ, എൻ്റെ പ്രിയപ്പെട്ട ആഷിക്കാക്ക് ഹാദിയോട് എന്തൊരു ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി. അറിയില്ല, ആ അന്ന് അങ്ങനെയൊക്കെ ഇവള് ചെയ്തപ്പോൾ പിന്നെ ആഷിക്ക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു തെറ്റ് അത് ആർക്കായാലും പറ്റൂലേ. നമ്മൾ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേനും അവരെ ശിക്ഷിക്കരുത്. അതെ, ഒരു ചാൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ ശിക്ഷിക്കുന്നതിനേക്കാൾ ഉപരി പടച്ച റബ്ബുണ്ടല്ലോ, തെറ്റ് ചെയ്ത് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് കൊടുക്കുന്ന കാരുണ്യവാനാണ്. പിന്നെ ഇപ്പം എന്തിനാ നമ്മൾ അവരെ ശിക്ഷിക്കണേ എന്നെനിക്ക് തോന്നിപ്പോയി. അതെ, ശരിയാണ്, അന്ന് എൻ്റെ ആശയ്ക്ക് ക്ഷമിച്ചത് കൊണ്ട് ഓള് നന്നായി. ലിക്ക, അങ്ങനെയല്ലേ? അതെ, അന്നൊരു പക്ഷേ ക്ഷമിക്കാതെ അവൾ ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ? എന്തായിരിക്കും? അവളുടെ മാനസിക നിലയ്ക്ക് ആകെ മാറി. അവൾക്ക് കൂടുതൽ ദേഷ്യം തോന്നി എല്ലാവരോടും. അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ, ശരിയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന വിചാരിച്ച് അപ്പക്കപ്പം ശിക്ഷ കൊടുക്കുക എന്ന് വെച്ചത് ശരിയല്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു വാണിംഗ് കൊടുക്കുക അല്ലേ? എന്നാൽ ആഷിക്ക ഒരു ബുദ്ധി തോന്നിയതുകൊണ്ടേ അവളുടെ സ്വഭാവം തന്നെ മൊത്തത്തിലങ്ങ് മാറിട്ടോ. അവൾക്ക് മനസ്സിലായി, അല്ലാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ. ശരിയാണ്, ഒരു പക്ഷേ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതൊരു പെണ്ണിനും. എനിക്കറിയേക്കാം. ഹബീബ് ഉസ്താദ് എന്ന് വെച്ചാൽ ആ കോളേജിലെ എല്ലാവർക്കും ജീവനായിരുന്നു. അന്ന് ഇക്ക അങ്ങോട്ട് വന്നത്, സത്യം പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ഉസ്താദിനെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അതും പുതുമുഖല്ലേ. പിന്നെ നറുക്കെടുപ്പിലൂടെ എനിക്ക് ലീഡർ സ്ഥാനം കിട്ടിയപ്പോഴും അപ്പം മുതൽ തന്നെ എല്ലാവർക്കും ദേഷ്യം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അതുമല്ല, അതിനിടയ്ക്ക് പെട്ടെന്ന് ഹബീബ് ഉസ്താദിൻ്റെ കല്യാണം ഉറപ്പിച്ചു. അതും കൂടി അറിയുമ്പോൾ ഇഷ്ടമുള്ള ഏതൊരു പെണ്ണിനും ദേഷ്യം തോന്നൂലേ? നീ ഒന്ന് പോടി പെണ്ണേ, അങ്ങനെയൊന്നുമില്ല. ഇല്ലാതെ പിന്നെ ഒരു പെണ്ണിനെ ഒരാണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു പുരുഷൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നന്നായി ആ പെണ്ണിന് ദേഷ്യം ഇല്ലാതിക്കുമോ? ആദ്യയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയണില്ല. സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് തോന്നുന്നൊരു പ്രവൃത്തിയാണ്. സാരല്ല, എന്നാലും ഓള് പശ്ചാത്തപിച്ചല്ലോ. അതെടി, അതിനൊക്കെ കാരണക്കാരൻ നിൻ്റെ ആശി തന്നെയാണ്. അതെ, ആഷിയാണ് പറഞ്ഞത്. അവൾക്ക് നമുക്ക് എന്തായാലും അങ്ങനെ സസ്പെൻഡൊന്നും ചെയ്യണ്ട, ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നാലും ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവളുടെ ഹാപ്പിനെസ് കണ്ടില്ലേ? ഇക്ക, അതെ, എത്ര ലക്ഷത്തിൻ്റെ ഫോണാണ് കിട്ടിയത് അതുകൊണ്ട്. അതും TB, iPhone 17 Pro Max TBയിൽ. അതെത്ര ആയിട്ടുണ്ടാവും? അതേടി, അപ്പം തന്നെ മനസ്സിലാക്കാം അവളുടെ. അതിനിപ്പോൾ ഒരു ഐഫോൺ ആണെന്നില്ല, എന്തൊരു ചെറിയ സമ്മാനം കൊടുത്താലും, അതും പ്രത്യേകിച്ച് ഒരു പെണ്ണ് ഒരാണിന് സമ്മാനം കൊടുക്കുക പറയുമ്പോൾ അവളുടെ മനസ്സിൽ അദ്ദേഹത്തിന് അത്രക്കും സ്ഥാനം ഉണ്ടായിരുന്നിട്ടല്ലേ. എൻ്റെ ഇക്ക, സത്യമായിട്ടും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം തന്നെയാണ്. ഹാദി കരഞ്ഞുകൊണ്ട് എൻ്റെ ആഷി ഉസ്താദിനോട് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സത്യമായിട്ട് എനിക്ക് തോന്നിപ്പോയി, എൻ്റെ ആഷിക്കാക്ക് ഏറ്റവും നല്ലത് ഹാദിയാണെന്ന്. എന്താണെന്നറിയില്ല, എനിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നിത്തുടങ്ങാണ്. എൻ്റെ പെണ്ണെ, അവൾക്ക് ഉസ്താദുമാരെ ഇഷ്ടമായിരിക്കുമോ? അല്ലാതെ പിന്നെന്താ, ഉസ്താദുമാരെ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരെന്നല്ല, ആരെങ്കിലൊക്കെ മനസ്സിലങ്ങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പെണ്ണെ, എന്തൊക്കെ തന്നെയാലും ഞാൻ ആ കോളേജിലേക്ക് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിനെ കുറിച്ചുള്ള ഓരോ തിരക്കുകളായിരുന്നു. കല്യാണക്കാര്യം അത് പെട്ടെന്ന് വേണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഏതൊക്കെ പ്രപ്പോസൽസ് വന്നിരുന്നു, അതും പറയാൻ കഴിഞ്ഞു. പിന്നെ വരാതിരിക്കുമോ? അത്രക്കും സുന്ദരനല്ലേ എൻ്റെ ഹബീബ് ഉസ്താദ്. എൻ്റെ പെണ്ണെ, നീ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ. ഏതെങ്കിലും ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയും. അല്ലിക്ക, ഉള്ളത് പറഞ്ഞിനിപ്പോൾ എന്താ. എനിക്കിഷ്ടമാണ്, ഒത്തിരി ഇഷ്ടം. എനിക്ക് മാത്രമല്ല, കോളേജിലത്തെ മുഴുവൻ കുട്ടികൾക്കും ഇഷ്ടമായിരുന്നു.
ആ പിന്നെ അന്ന് ഞാൻ കോളേജിലേക്ക് വന്ന ടൈം തന്നെ, അതെ, ഒറ്റ നോട്ടത്തിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ കണ്ടു എല്ലാവരും. പക്ഷെ എന്തെന്നറിയില്ല, ഞാൻ പെട്ടെന്നൊരു കുട്ടിയുടെ ആ ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ കണ്ട് കയറിക്കൂടി. വീട്ടിൽ നിന്ന് തന്നെ കല്യാണത്തിന് ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ്. അപ്പം പിന്നെ എന്താ, ഞാൻ ജസ്റ്റ് ഷെഫീഖ് ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, വീട്ടിൽ നിന്ന് കല്യാണ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ ഏതെങ്കിലും നമ്മുടെ മക്കൾ ഏതെങ്കിലും ആണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, ദീന് പഠിക്കണ മക്കളും അല്ലേ, അതന്നെ എനിക്ക് താല്പര്യം. അപ്പോൾ പിന്നെ ഷെഫീഖ് ഉസ്താദ് എന്നോട് പറഞ്ഞു, അല്ല ഉസ്താദേ, ആരെങ്കിലും സെറ്റായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ഒരു മുഖം സെറ്റായിരുന്നു. അത് മറ്റൊന്നുമല്ല, അന്ന് നറുക്കെടുപ്പിൽ ഞാനെടുത്ത പേര് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷേ ക്ലിയർ ആവുമെന്നും അറിയില്ല. ആ ഞാനെടുത്ത ആ ഒരു പേര്, അത് ആയിഷ എന്നുള്ളൊരു പേര്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം വിചാരിച്ചു, ഓ നല്ല പേരാണല്ലോ എടുത്തത്, ആരായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്ന പേര് വിളിച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് കയറി വരുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖം ഞാൻ അറിയാതെ ഒന്ന് ശ്രദ്ധിച്ചു പോയി. മാഷാ അല്ലാ, എന്തെന്നറിയില്ല, എനിക്ക് ഏറ്റവും പടച്ച റബ്ബ് എനിക്ക് വേണ്ടി വിധിച്ച, എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പെണ്ണാണോ എന്ന് വരെ തോന്നിപ്പോയി എനിക്ക്. പിന്നെയാണ് ഞാൻ ഷെഫീഖ് ഉസ്താദിനോട് കാര്യം പറഞ്ഞു, ഉസ്താദേ, അന്ന് നറുക്കെടുപ്പിലെടുത്ത് ആ പേര് ആയിഷ എന്നുള്ള പേര് ഉള്ള കുട്ടി, ഉസ്താദേ, അത് നമ്മൾ ആയിഷ ഉസ്താദിൻ്റെ പെങ്ങളല്ലേ, എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. അല്ലോ പഠിച്ചവനെ, അങ്ങനെയാണോ എന്നെ സെലക്ട് ചെയ്തത്? ഞാൻ അറിഞ്ഞിട്ട് പോലില്ലായിരുന്നു കേട്ടോ. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ അത് കോളേജിലെ എല്ലാ കുട്ടികളുടെ മനസ്സിലും ഹബീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ആരും പെണ്ണ് കാണാൻ വരുന്നെന്ന് വീട്ടുകാർ പറയുമ്പോൾ പിന്നെ എതിർക്കാനും വയ്യ. പിന്നെ പലരുടെയും നിക്കാഹൊക്കെ കഴിഞ്ഞൊന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ഞാൻ ചായയുമായി വന്ന് അപ്പോഴും മുഖത്തേക്ക് നോക്കിയില്ല. സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറിയപ്പോൾ ആ ഒരു വിളി, എന്നെ ഇഷ്ടമായോ ഐഷുവിന്? അത് കേട്ടപ്പോഴാണ് പരിചയമുള്ള ആ ഒരു ശബ്ദം ഞാൻ കേട്ടത്. പഠിച്ചോനെ, പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് പതുക്കെ തലയുയർത്തി നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. പഠിച്ചോനെ, അറിയുന്നില്ല ആ ഒരു സമയത്ത് സന്തോഷം എനിക്ക്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഉസ്താദ് എന്നെ ഞെട്ടിച്ചു. ആ പിന്നെന്താ, എല്ലാവർക്കും ദേഷ്യം ഇല്ലാതിരിക്കുമോ? എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുന്ദരനായ ഒരു ഉസ്താദിനെ അത് ഒരു പെണ്ണ് മാത്രം സ്വന്തമാക്കുക എന്ന് വെച്ചാൽ ആർക്കായാലും വരൂലേ? എൻ്റെ ഐഷു, നീ ഒന്നും മിണ്ടാതിരിക്കുക പെണ്ണേ. പഠിച്ച റബ്ബ് എല്ലാവർക്കും സൗന്ദര്യം നൽകിയിട്ടില്ലേ? ഉണ്ട്, പക്ഷേ ചിലർക്ക് കൂടുതലായിട്ട് പഠിച്ചവൻ വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. നിനക്കും തോന്നിയോ? ഞാനെങ്ങനെ അത് പറയാം? ഞാനൊരു ഉസ്താദിൻ്റെ പെങ്ങളല്ലേ, അപ്പോൾ മറ്റൊരു ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയാൻ പാടില്ലല്ലോ. എന്നാലും പലർക്കും എന്ന് വെച്ചാൽ നീ അതിൽ പെടില്ലേ? പെടില്ല എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഏതൊരു പെണ്ണിനും തോന്നി പോവുമല്ലോ. അത്രയ്ക്ക് സുന്ദരനായിരുന്നു കേട്ടോ. നിൻ്റെ ആഷിക്കും സുന്ദരനാണല്ലടി, നല്ല മനോഹരമായ കട്ടത്താടിയും ഒക്കെ വെച്ച്, നല്ല ഭംഗിയുള്ള വട്ടമുഖവും നിറഞ്ഞ പുഞ്ചിരിയും ആ ചുവന്ന ചുണ്ടുകളും എല്ലാം. എന്താ, ആഷിക്ക് സുന്ദരനായിരിക്കും, പക്ഷേ അത് പെങ്ങളായി എനിക്ക് അങ്ങനെ വർണ്ണിക്കാൻ പറ്റില്ലല്ലോ. അതെൻ്റെ ഇക്കാക്കയല്ലേ. അപ്പം പിന്നെ എൻ്റെ ഇക്കാക്കാൻ്റെ സ്ഥാനത്തല്ലേ. എപ്പോൾ എന്തൊക്കെ തന്നെയായാലും അതേടി, നിൻ്റെ ആഷി എന്നിലേറെ സുന്ദരനാണ്. അത് നിനക്ക് തോന്നാനിട്ടാണ്. അല്ലെന്നല്ല, പക്ഷേ എനിക്ക് രണ്ടുപേരും സുന്ദരന്മാരാണ്, എൻ്റെ ഇക്കാക്കയും എൻ്റെ ആങ്ങളെയൊക്കെ. ഓ, സമ്മതിച്ചില്ലേ? അപ്പോൾ അറിയാം. അപ്പോൾ ഹാദിയക്ക് ചെറിയൊരു സ്നേഹം ആഷിയോടുണ്ട് കേട്ടോ. അല്ല പെണ്ണേ, നമുക്ക് വേഗതങ്ങ് ഇഷ്ടമെങ്കിൽ അങ്ങ് സെറ്റാക്കിയാലോ. ആഷിയോട് ചോദിച്ചു നോക്കാം. പക്ഷേ അവൾ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ പറ്റുള്ളൂ. ആഷിക്കും ഹാദിക്കും
കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ ഹൈറ്. ഇനിയിപ്പോൾ ആഷിന്ന് വെച്ചാൽ തീരെ കല്യാണം കഴിക്കാത്ത ചെക്കനാണ്. ഹാദിയെ ഒന്ന് കല്യാണം കഴിപ്പിച്ചതുമാണ്. അതുകൊണ്ട് എൻ്റെ ഇക്ക, എൻ്റെ ആഷിക്ക് അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ മനസ്സിലൊരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാന്നോ അല്ലെങ്കിൽ കഴിയാത്താന്നോ നോക്കൂലല്ലോ. ശരിയാണടി. പക്ഷേ എന്നാലും ഒരെന്നാലും ഇല്ല. എൻ്റെ ഇക്കാക്ക് പറ്റിയ പെണ്ണ് ആദ്യം തന്നെയാണ്. ഞാൻ അവളോട് നാളെ തന്നെ ചോദിച്ചു നോക്കും. എടി പെണ്ണെ, നല്ല തണുപ്പാണ്, മതി സംസാരിച്ചത്, വന്ന് കിടക്കാം. അങ്ങനെ അതാ ആ തണുപ്പുള്ള രാത്രിയിൽ ഹബീബ് ഉസ്താദും ഐഷുവും സുഖമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. പിറ്റേന്ന് അതാ സുബഹിന് ഉസ്താദ് പള്ളിയിൽ പോയി. ഐഷു കുളിച്ച് ഫ്രഷായി അവൾ കോളേജിലേക്ക് പോകുവാൻ ഒരുങ്ങി. മോളെ, ഉമ്മ, 2 ദിവസം ലീവായതാണ്, നിനക്ക് മടിയുണ്ടോ? അതൊന്നുമില്ല ഉമ്മ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതിന് ഉമ്മ എന്തെങ്കിലും പലഹാരം? എൻ്റെ പൊന്നുമോളെ, ഇന്ന് എന്ത് സ്പെഷ്യൽ ഡേ ആണ്? പലഹാരത്തിനൊക്കെ വേണേ തലേന്ന് പറയണ്ടേ, കുറച്ച് അരിയെങ്കിലും വെള്ളത്തിലിട്ട് കുറച്ച് ഉണ്ണിയപ്പെങ്കിലും ചുട്ടു വെക്കാൻ. ഉമ്മ, അത് ഇന്ന് എൻ്റെ ഫ്രണ്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഏത് ഫ്രണ്ട്? ഉമ്മ, അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എന്ന പേരുള്ള ഫ്രണ്ട്. അന്ന് നീ പറഞ്ഞ വലിയ ആഡംബര കല്യാണം കഴിഞ്ഞ്. അവൾ വീണ്ടും വന്നോ? ഉമ്മ, അവൾ വന്നത് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് അവളെ കൊണ്ടുവന്നാക്കിയതോ പോകാൻ തന്നു. അതെന്താടി പഠിച്ചോനെ, ഓരോ കുട്ടികളെ ദാമ്പത്യ ജീവിതം തകരുന്നതല്ലേ. എത്ര ആകാംക്ഷയോടെ ആയിരിക്കും കല്യാണം കഴിച്ച് വിടുന്നത് മാതാപിതാക്കളൊക്കെ. പിന്നീട് അവരവസ്ഥ വെച്ചാൽ ഉമ്മ ശരിക്കും അറിയില്ല. എന്നാലും ഓള് കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവാണുമ്മ, നല്ല മോളാണ്. എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത്? പാവം, പഠിച്ചറപ്പ് വേഗം തിരിച്ച് ഓൾ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പോകാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. കാരണം ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ തകർന്നു കഴിഞ്ഞാൽ പടച്ചിറപ്പിൻ്റെ സിംഹാസനം വരെ വിറക്കുന്നതാണെന്ന് പറഞ്ഞത്. കാരണം അത്രക്കും അള്ളാഹുവിനെ ഹലാലാക്കിയ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തത്, അതായത് അനുവദനീയമായിട്ട് പോലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് ത്വലാഖാണത്രേ. അതെ, ഭാര്യയും ഭർത്താവും വേർപിരിയാന്ന് പറഞ്ഞാൽ വളരെയധികം സങ്കടമുള്ള വെച്ചാൽ പടച്ചോൻ്റെ സിംഹാസനം വരെ വിറക്കുന്ന സംഭവമാണെന്ന്. കാരണം ഇഷ്ടം അത് ഓക്കെ ആണെങ്കിൽ പോലും അത്ര വേർപിരിയാന്ന് വെച്ചാൽ പഠിച്ച റബ്ബിന് പോലും ഇഷ്ടമല്ല. അങ്ങനെയാണ്. ഏതായാലും പഠിച്ചോനെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതമൊക്കെ അവരുടെ പൂർത്തിയാക്കി നീ തിരിച്ചെടുക്കാനൊക്കെ തോന്നട്ടെ. അല്ലാ ഉമ്മ, വേണ്ട. എന്താ മോളെ, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിനക്കെന്താ? നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണില്ല, നീയും നിൻ്റെ ഹസ്ബൻഡോ? അങ്ങനെയല്ല മോളെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഉമ്മ, ഓളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്, അതുകൊണ്ട് അത് വേണ്ടുമ്മ. എന്താ മോളെ നീ പറയുന്നതൊക്കെ നമ്മക്കറിയോ? എന്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള പ്രശ്നം നമുക്കറിയോ? ഉമ്മ, ആദ്യം പാവണുമ്മ, നല്ല പെൺകുട്ടിയാണ്, ശരിയാണ്. അവിടെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്യാവശ്യം കോടീശ്വരന്മാരാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഓരോ കുട്ടികൾക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ, അതിനനുസരിച്ച് ആയി തീരാഞ്ഞാലേ അവരുടെ ജീവിതം കുറേയൊക്കെ അങ്ങനെ ആയിത്തീരും. മോൾ എന്തൊക്കെയാണ് പറയണത്? ഉമ്മ, ആദ്യമൊക്കെ ഇഷ്ടം ഉസ്താദിനായിരുന്നു. പക്ഷേ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് വലിയൊരു ബിസിനസ് പ്രമുഖരായ ഒരു ടീമിനെയാണ്. പുളിക്കൽ തറവാട്ടുകാരെന്നൊക്കെ ഉമ്മ കേട്ടിട്ടുണ്ടോ? പഠിച്ചോനെ കേട്ടിക്കണ്, വലിയ ആൾക്കാരാണല്ലോ അല്ലേ. വലിയ ജന്മിമാരായിരുന്നല്ലോ അവരാദ്യം. ഉമ്മ, പക്ഷേ എത്ര ജന്മിമാരാണെങ്കിലും എന്തൊക്കെ തന്നെയാലും സമാധാനം വേണ്ടേ? എന്താ മോളുള്ള പ്രശ്നം? അറിയില്ല ഉമ്മ, ഞാൻ ഇന്നൊക്കെ ചോദിച്ചിട്ട് വരാം കേട്ടോ. പഠിച്ചോനെ, ആ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് കൊടുക്കല്ല. മോള് പറഞ്ഞാൽ അതാണോ സന്തോഷമുണ്ടെന്ന്? അവൾ കോളേജിലേക്ക് തിരിച്ചു വന്നുകൊണ്ടായിരിക്കില്ലേ? അതെ ഉമ്മ, കോളേജിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഓൾ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം. പഠിച്ചോനെ, ആ കുട്ടിയുടെ എന്ത് വിഷമം പഠിച്ചോൻ തീർത്ത് കൊടുക്കട്ടെ. മോളെ നല്ല രീതിയിൽ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കട്ടോ. നന്നാവണമെങ്കിൽ നന്നായി തീരട്ടെ. അപ്പോഴേക്കും അതാ ഉസ്താദ് ഹോണടിക്കുന്നു. ഐഷു, പഠിച്ചോനെ, ഉസ്താദ് ചായ ഒന്നും കുടിക്കാതെയാണ്. മോനെ വാ, കയറിയിട്ട് പോ. ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ, സുബഹിന് മുമ്പ് പോയി എന്നല്ലാതെ. മോനോ വാ, കയറി വാ. എന്താ ഹബി, ഇങ്ങോട്ട് വാ, ചായം കടയൊക്കെ. അല്ല ഉമ്മ, ഞാൻ കുടിച്ചോ, പിന്നെ ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് പിന്നെ അടുത്താവുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമല്ലോ. ഐഷു, ഒരുങ്ങില്ലേ? ഇക്ക ഇതാ വരുന്നേ. ഐഷു അതാ കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉമ്മ, ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. പെണ്ണേ, പിന്നെ
നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണ്. കുറച്ച് ഇന്ന് കാറിലെടുത്തൂടെ ഇരുന്നോ? കാർ എടുത്തിട്ടില്ല, ബൈക്കിലാണ്. തണുപ്പും മഞ്ഞൊക്കെ ആസ്വദിക്കുന്ന രസമല്ലേ? ആ, കാറ് എന്നോട് പറയാറുണ്ട് രാവിലെ കാറിന് പോകാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ബൈക്ക് മതി. അതിനെന്താ, കുറച്ച് ഈ ഒരു മാസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പും മഞ്ഞൊന്നുമില്ല, നല്ല ചൂടാകും. അപ്പോൾ പിന്നെ കാർ എടുക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ആസ്വദിക്കണമെങ്കിൽ ബൈക്കിൽ നല്ല ശ്രദ്ധിച്ച് പൊയ്ക്കോളി. ഏതായാലും ബിസ്മില്ലാഹി തവക്കൽതു അല്ലമ്മ പോട്ടെട്ടോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അങ്ങനെ ഐഷുവും ഹബീബ് ഉസ്താദും നേരെ കോളേജിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും വരുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ലുക്കാണ്. അതെ, വെളുത്ത ജുബ്ബയും കഴുത്തിലൂടെ ഒരു ഷോളും ഒക്കെ ഇട്ട് തൊപ്പിയുടെ മേലൊരു ഹെൽമെറ്റൊക്കെ വെച്ച് ഹബീബ് ഉസ്താദും, പിന്നെ തൊട്ടു പിന്നിലായിക്കൊണ്ട് ഹിജാബ് അണിഞ്ഞിട്ടുള്ള ആ ഒരു സുന്ദരി പെണ്ണും ആ ബുള്ളറ്റിൽ വരുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് ആ ഒരു ബുള്ളറ്റ് പ്രവേശിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് അണയും. അതെ, പലരും ആഗ്രഹിച്ചു പോവും. ഉസ്താദ് അതൊരു അടിപൊളി ലുക്ക് തന്നെയാണല്ലടി. ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം കണ്ടില്ലേ, ഐഷുവിന് കിട്ടിയ ഭാഗ്യം. എന്നാൽ ഒരു നിമിഷം ഹാദിയയും അവളുടെ കാറുമായി എത്തി. അവളുടെ കാറ് പാർക്ക് ചെയ്യുന്നതിനിടെ ആണ് അവരും എത്തിയത്. പെട്ടെന്ന് ഹാദിയ കാറിൽ നിന്നിറങ്ങി. അടി, അത് നിൻ്റെ ഭാവി നാത്തൂൻ, ഉസ്താദ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവൾ ചാടി ഇറങ്ങി. ഹാദി, അസ്സലാമു അലൈക്കും. ഐഷുവിനെ കണ്ടതും ഹാദിയ കരഞ്ഞുപോയി. വഅലൈക്കും അസ്സലാം. ഹാദിയ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏയ് കരയണ്ട. എന്തിനാ ഐഷു, കരയണ്ട. എന്തിനാ കരയുന്നു? നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്നാൽ ആ ഒരു കാഴ്ച ഹബീബ് ഉസ്താദ് നോക്കി നിന്നു. റബ്ബേ, ആ കുട്ടിയുടെ മനസ്സിൽ എന്ത് വിഷമാണെങ്കിലും നീ തീർത്തു കൊടുക്കല്ല. അവർ രണ്ടുപേരും കോളേജിലേക്ക് കയറിപ്പോകുന്നു. അതെ, ഹാദിയക്ക് ഒരുപാട് പറയാനുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഐഷുവിനോട്. അന്ന് ഹാദിയ ഐഷുവിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത്. അന്ന് ഷംന ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാദിയെ അവിടെ പിടിച്ചിരുത്തി. ഹാദി മോളെ, നീ വന്നല്ലോ, നല്ല സന്തോഷം. ഐഷു, ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലും പറഞ്ഞോ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ സംഭവിച്ചത്? അതെ, ആ പീരീഡ് ഷെഫീഖ് ഉസ്താദ് എത്തിയിട്ടില്ലായിരുന്നു. ഷെഫീഖ് ഉസ്താദിന് എക്സാമിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ടോ എന്തോ അറിയില്ല, വൈകിട്ട് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ക്ലാസ്സിൽ നല്ല ബഹളം. അതെ, പെൺകുട്ടികളല്ലേ, സംസാരിച്ച പിന്നെ തീരില്ലല്ലോ. അവർ സംസാരം കൂടിക്കൂടി വന്നു. പെട്ടെന്ന് ക്ലാസ്സിൻ്റെ ഡോറിൽ വന്നിട്ട് ഹബീബ് ഉസ്താദ് അപ്പുറത്താണ് ക്ലാസ് എടുക്കുന്നത്. പെൺകുട്ടികളുടെ ശബ്ദം നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മക്കളെ, പ്ലീസ് സൈലന്റ്, പ്ലീസ് സൈലന്റ്. ഹബീബ് ഉസ്താദ് ഒന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും സൈലൻ്റായി. ഉസ്താദ് എന്താ മക്കളെ? ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് കയറി വന്നു. നിങ്ങൾ ഉസ്താദ് വരാതെ ആയപ്പോഴേക്കും നിങ്ങൾ ഇത്രമാത്രം ഇത്ര നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് പോയതല്ലേ എല്ലാവരും, ഇന്ന് അതിന് മാത്രം പറയാൻ എന്തെങ്കിലും ഫിക്ക് എടുത്ത് വായിച്ചേ. ഞാൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എല്ലാവരും എടുത്ത് വായിക്കുക. നിങ്ങൾ ഉസ്താദ് ഇപ്പോൾ വരും. അപ്പോഴേക്കും എല്ലാവരും ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. എന്നാൽ ഉസ്താദ് അതിനിടയ്ക്ക് പറഞ്ഞു, ഇനി ഇവിടെ സംസാരം കേട്ട് വരുന്നിട്ടോ. പിന്നെ സംസാരിക്കുന്നവരുടെ പേരൊക്കെ ഒന്ന് എഴുതിക്കോ. ഹാദിയ മോളെ, ആരൊക്കെ സംസാരിക്കുന്നവരുടെ പേര് എഴുതി എനിക്ക് ലിസ്റ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ. ശരിക്കും ഹാദിയ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഹബീബ് ഉസ്താദ് എന്നോടാണോ ഈ പറയുന്നതെന്ന് കേട്ടിട്ട്. എന്നാൽ ഐഷു പറഞ്ഞു, അതെ, നീ പേരെഴുതി പെണ്ണേ, നീ തന്നെയല്ലേ ഞങ്ങളുടെയൊക്കെ ലീഡർ. നീയാണ് ഞങ്ങളുടെ ലീഡർ കേട്ടോ. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഐഷു, എന്നെ കളിയാക്കുകയാണോ? അല്ല പെണ്ണേ, സത്യമായിട്ടും നീ ഞങ്ങളുടെ നേതാവായിട്ട് വരണം. അതെ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താ? വേണ്ടടി, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒന്നുകൊണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടവളാണ്. അവളുടെ ആ ഒരു കരച്ചിൽ അത് ഐഷുവിന്
താങ്ങാൻ കഴിഞ്ഞില്ല. ഹാദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇല്ലടേ, നീ രാജകുമാരിയായിട്ട് വരണം എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഇക്കാൻ്റെ കൈ പിടിച്ച്. എന്താ, പറ്റൂലേ? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.